അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമില്ലാത്ത നിലവിളികൾ എന്ന പോലെയാണ് ഓരോ സ്ത്രീധന മരണങ്ങളും. കർശനമായ സ്ത്രീധന നിരോധന നിയമം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും അത് നോക്കുകുത്തിയായി മാറുകയാണോ എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട കേസുകളും മരണങ്ങളുടെയും എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നതിനാലാണ്. ഏറ്റവും ഒടുവിലേത് ഫസീലയുടെ മരണമാണ്. ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഏവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 23 വയസ്സുള്ള ഫസീലയാണ് ഭർത്താവിന്റെയും ഭർത്തൃമാതാവിന്റെയും നിരന്തര പീഡനം കാരണം ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫസീലയുടെ വിവാഹം കഴിഞ്ഞ് വെറും 1 വർഷവും 9 മാസവും മാത്രമേ ആയിരുന്നുള്ളൂ. എന്നാൽ ഫസീലയുടെ മരണം വെറുമൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സമൂഹത്തിൽ സ്ത്രീധനത്തിന്റെ പേരിലും മറ്റു കാരണങ്ങളാലും ഗാർഹിക പീഡനങ്ങളും അതുവഴിയുള്ള മരണങ്ങളും വർദ്ധിക്കുകയാണ്. കേരള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിച്ചാൽ 2020 ജനുവരി മുതൽ 2024 വരെയുള്ള കാലയളവിൽ 82,450 കേസുകളാണ് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് വെറും ഔദ്യോഗിക കണക്കുകൾ മാത്രം. പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. വർഷം തോറും ഈ കണക്കുകൾ വർദ്ധിച്ചു വരികയാണ്. 2016 15,114 കേസുകൾ, 2023 ഇത് 10,980 കേസുകളായാണ് വർദ്ധിച്ചത്. 2024 ഇത് 10,669 കേസുകളായി മാറി. ഈ കേസുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭർത്താക്കന്മാരിൽ നിന്നും അവരുടെ ബന്ധുക്കളിൽ നിന്നുമുള്ള പീഡനങ്ങളാണ്. ഇത്തരം പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും സ്ത്രീധന പീഡനം മൂലമുള്ള മരണങ്ങൾ ഇപ്പോഴും രാജ്യത്ത് സംഭവിക്കുന്നുമുണ്ട്. 2020 6,843 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2021 6,589 മരണങ്ങളും 2022 6,450 മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഭർത്താവിന്റെ പീഡനം മൂലം ആത്മഹത്യ ചെയ്ത ഫസീലയെ പോലെ ദുരന്തം നേരിട്ട നിരവധി പേരുണ്ട് നമ്മുടെ നാട്ടിൽ. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിസ്മയ. കൊല്ലം നിലമേൽ സ്വദേശിനിയായ വിസ്മയ ഭർത്താവ് കിരൺ കുമാറിന്റെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതുപോലെ എറണാകുളത്ത് ഗാർഹിക പീഡനത്തെക്കുറിച്ച് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ വൈകിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത മോഫിയ പർവീൻ. ഷാർജയിൽ താമസിച്ചിരുന്ന കൊല്ലം സ്വദേശിനി അതുല്യയും ഗാർഹിക പീഡനത്താൽ ആത്മഹത്യ ചെയ്തതാണ്. സമാനമായ മറ്റൊരു മരണമായിരുന്നു വിഭജികയുടേത്. കൂടാതെ 2020 അഞ്ചൽ സ്വദേശിനി ഉത്ര പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം കേരളത്തെ ഏറെ ഞെട്ടിച്ച ഒന്നായിരുന്നു. എന്നാൽ അതൊരു സ്വാഭാവിക മരണമായിരുന്നില്ല എന്ന് മനസ്സിലാക്കുകയും ഉത്രയുടെ ഭർത്താവ് സൂരജ് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലുകയായിരുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച മറ്റൊരു വാർത്തയായിരുന്നു കൊല്ലം കരുനാഗപ്പള്ളിയിലെ തുഷാരയുടെ മരണം. സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ തുഷാരയെ ഭർത്താവും ഭർത്തൃവീട്ടുകാരും പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. മരിക്കുമ്പോൾ തുഷാരയുടെ ഭാരം വെറും 21 കിലോഗ്രാം മാത്രമായിരുന്നു. ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്: ഗാർഹിക പീഡനം എന്ന സാമൂഹിക വിപത്ത് എത്ര ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്ന്. ഇത്തരം കേസുകൾ നിയമത്തിന്റെ കണ്ണിൽ കുറ്റകരമാണെങ്കിലും ഇത് തടയാൻ സമൂഹം ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ മരണങ്ങൾ വെറുമൊരു വാർത്തയല്ല, നമ്മുടെ സമൂഹത്തിന്റെ കണ്ണ് തുറപ്പിക്കേണ്ട പാഠങ്ങളാണ്. സ്ത്രീധനം എന്ന ദുരാചാരം ഇന്നും നിലനിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം സംഭവങ്ങൾ. വ്യക്തിപരമായ തലത്തിലും സാമൂഹിക തലത്തിലും മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ്. അതിനായി ആദ്യം ഓരോ വ്യക്തിയും സ്ത്രീധനം വാങ്ങില്ലെന്നും നൽകില്ലെന്നും ഉറച്ച നിലപാടെടുക്കണം. വിവാഹത്തിന് മുൻപേ സ്ത്രീധനം ആവശ്യപ്പെടുന്നവരെ കുറിച്ച് സൂചന ലഭിക്കുകയാണെങ്കിൽ അത്തരം ബന്ധങ്ങളിൽ നിന്ന് പിന്മാറുകയും വേണം. ഗാർഹിക പീഡനം നേരിടുന്നുണ്ടെങ്കിൽ പോലീസിലോ വനിതാ കമ്മീഷനിലോ പരാതി നൽകാൻ മടി കാണിക്കാതിരിക്കാനും തയ്യാറാവണം. നിയമപരമായ സഹായം തേടുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ നിർണായകമാണ്. അതുപോലെ മാതാപിതാക്കൾ മക്കളെ എങ്ങനെ വളർത്തുന്നു എന്നത് അവരുടെ ഭാവിയെയും സമൂഹത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഘടകമാണ്. മാതാപിതാക്കൾ പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും ജീവിക്കുമ്പോൾ അത് കണ്ടാണ് മക്കൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് സ്ത്രീധനം അവകാശമാണെന്ന ചിന്ത ഒരിക്കലും ഉണ്ടാകില്ല. ഇനിയുള്ളവരെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കിയാൽ ഗാർഹിക പീഡനത്താലുള്ള മരണങ്ങൾ ഇവിടെ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കും.